ശൈത്യ തരംഗത്തെ തുടർന്ന് പഞ്ചാബിലും ഹരിയാനയിലും റെഡ് അലേർട്ട്. ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ടാണ്. കൊടും തണുപ്പും മൂടൽമഞ്ഞും 3 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഡൽഹിയിൽ 120 വിമാനങ്ങളും 30 ട്രെയിനുകളും വൈകി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, എന്താണ് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥ? മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? വേണു, ഉത്തരേന്ത്യയിലെ ശീതതരംഗം അതിശക്തമായി തന്നെ തുടരുകയാണ്. നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ നീണ്ടുപോകുകയാണ് ഇത്തവണ ശീതതരംഗം എന്നുള്ളത്. നിലവിൽ ഇപ്പോൾ പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പഞ്ചാബ്, ഹരിയാന, ഡൽഹി എന്നീ 3 സംസ്ഥാനങ്ങളെ മാത്രമായിരുന്നു ഈ ശീതതരംഗം ബാധിച്ചത് എങ്കിൽ നിലവിൽ ഇപ്പോൾ പഞ്ചാബ് മുതൽ പശ്ചിമ ബംഗാൾ വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ മൂടൽമഞ്ഞിൻ്റെ സ്വാധീനം അതിശക്തമായി തന്നെ ഉണ്ട്. വടക്കൻ ഉത്തർപ്രദേശിലും വടക്കൻ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഈ മൂടൽമഞ്ഞ് ബാധിച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഡൽഹി അടക്കമുള്ള വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ അതിഗുരുതരമായി തന്നെ ഇത് ബാധിച്ചിരിക്കുന്നു. ഡൽഹിയിൽ മാത്രം 120 വിമാന സർവീസുകൾ വൈകിയിരിക്കുന്നു. ഡൽഹിയിലേക്കുള്ള 30 ട്രെയിനുകൾ നിലവിൽ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് 7 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ